تقولوا على الله ما لا صدق الله العظيم. ഏറെ ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് 167 വരെ, സൂറത്തുൽ ബഖറയിലെ 167 വരെയുള്ള ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 168, 169 ആയത്തുകളാണ് ഇപ്പോൾ ഞാനിവിടെ പാരായണം ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, കുലൂ നിങ്ങൾ ഭക്ഷിക്കുക, മിമ്മാ ഫിൽ അർളി ഭൂമിയിൽ നിന്ന്, ഹലാലൻ ത്വയ്യിബ അനുവദനീയമായതും നല്ലതും, വലാ തത്തബിഉ നിങ്ങൾ പിൻപറ്റരുത്, ഖുതുവാത്തി ശൈത്താൻ ശൈത്താന്റെ കാലടികളെ, ഇന്നഹു നിശ്ചയമായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവ്വു മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഅ്, അവൻ നിങ്ങളോട് ചീത്തയായത് മാത്രമാണ് കൽപ്പിക്കുന്നത്. വൽ ഫഹ്ശാഅ് മ്ലേച്ഛമായത്. വഅൻ തഖൂലു അറിയുന്നതിന് വേണ്ടിയും, അലല്ലാഹ് അല്ലാഹുവിന്റെ പേര്, അല്ലാഹുവിനെ കൊണ്ട്, മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന അത്യന്തം ഭീതി ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ദുനിയാവിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകി അത്തരത്തിലുള്ള നേതൃത്വത്തിന് ജീവിതത്തെ പണയപ്പെടുത്തി അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് ചെല്ലുമ്പോൾ പരിശുദ്ധ ദീനിനെ അവഗണിച്ചുകൊണ്ട് ഭൗതിക നേതൃത്വത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിതം തുലച്ചു കളഞ്ഞതിന്റെ പേരിൽ ഖേദിക്കുകയും ആ നേതൃത്വം അവിടെ വെച്ച് അനുയായികളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് പറയുന്ന കാര്യം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വിശുദ്ധ ഖുർആനില് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു അഭിസംബോധനയാണ്, അല്ലയോ ജനങ്ങളെ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും പെട്ട മുഴുവനായ ആളുകളെ സംബന്ധിച്ചാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ നിങ്ങൾ ഭക്ഷിക്കുക, മിമ്മാ ഫിൽ അർളി ഭൂമിയിൽ നിന്ന്, ഹലാലൻ ത്വയ്യിബ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എന്ന് പറയുന്നത് അവനെ വിശ്വസിക്കുകയും
നിങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണത്തിലേക്ക് തിരുവണക്കത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക എന്നാണ്. അതായത് ജീവിതത്തെ പൂർണ്ണമായും നൽകാൻ സാധിക്കണം. അപ്പോൾ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, അതുകൊണ്ട് തന്നെ ശീലങ്ങൾ, സംസ്കാരം, സ്വഭാവം, ഇടപാടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് അവന്റെ ഇച്ഛക്കനുസരിച്ച് മാറ്റിയെടുക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി തീരുന്നത്. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വേദവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഇവിടെ നമ്മൾ തിരുമാനത്തെ കുറിച്ച് പറയേണ്ടായി. ഒരു സമൂഹത്തെ അവർക്ക് നൽകിയിരുന്ന പ്രത്യേകമായ പദവിയും സ്ഥാനവും ഒക്കെ നീക്കം ചെയ്യുകയും എന്നിട്ട് അത് മറ്റൊരു സമൂഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയേണ്ടായി. അങ്ങനെ ഒരു സമൂഹത്തെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന്, പദവികളിൽ നിന്ന് നീക്കം ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം അവർ അവരുടെ പദവികളെ ദുരുപയോഗപ്പെടുത്തുകയും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവര് ഒളിച്ചോടുകയും ചെയ്തതിനാലാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം ഈ വേദവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ ജൂതന്മാരായ ആളുകൾ, അവിടെ അവർ തന്നിഷ്ടപ്രകാരം ചിലതൊക്കെ ഹറാമായും ചിലതൊക്കെ ഹലാലായും വേർതിരിച്ച് വെച്ചിട്ടുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളാക്കരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ചോദിക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞങ്ങൾ അങ്ങനെ റബ്ബുകളാക്കുന്നുണ്ടോ റസൂലേ? അതെ. അവർ ഹലാലാണെന്ന് പറഞ്ഞത് ഹലാലാണെന്ന് കരുതുകയും അവർ നിങ്ങളോട് ഹറാമാണെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? അതിന് മറ്റൊരു പ്രമാണവുമില്ലാതെ അവർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരെ റബ്ബുകളായി സ്വീകരിക്കൽ എന്ന് മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഹലാലുകൾ ആരാണ് തീരുമാനിക്കുക, ആരാണ് ഹറാമുകളും ഹലാലുകളും വേർതിരിച്ച് തീരുമാനിക്കുക, അത് പണ്ഡിതരും പുരോഹിതരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവരെ റബ്ബുകളായി സ്വീകരിക്കുന്നു. നിങ്ങൾ അവരുടെ മുമ്പാകെ സുജൂദ് ചെയ്യുകയോ അവരെ പൂജിക്കുകയോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തുകൊള്ളണമെന്നില്ല. ഹലാൽ ഹറാമുകൾ തീരുമാനിക്കാൻ ഉള്ള അധികാരം അവർക്ക് വകവെച്ച് നൽകിയാൽ തന്നെ അത് അവരെ റബ്ബുകളായി സ്വീകരിക്കലാണ് എന്ന പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജൂതന്മാർ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോ അറേബ്യയിലുണ്ടായിരുന്ന ജൂതരെ കുറിച്ച് പറയുന്നത് അവര് ഒട്ടകത്തെ തിന്നാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് കരുതിയിരുന്നു. അതത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ദൈവിക നിയമത്തെ പോലെ, അതൊരു പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെ പോലെ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലുണ്ടായിരുന്ന പൂർവിക സമൂഹമൊക്കെ ഒട്ടകത്തെ കൃഷിക്ക് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും അതിന്റെ പാല് കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജൂത സമൂഹം അവർ സ്വയം തീരുമാനിച്ചതാണ് ഒട്ടകം കഴിക്കാൻ പാടില്ല. അങ്ങനെ അവർ തീരുമാനിക്കുകയും അവർ പാല് വിൽക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല, അങ്ങനെ ഒട്ടകത്തെ ഭക്ഷിക്കുന്ന മുഹമ്മദ്, അത് തൗറാത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള, വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള വരാനിരിക്കുന്ന ഒരു നബിയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ ഹറാമായത് ഭക്ഷിക്കുക എന്നൊരു ചോദ്യം അവരുന്നയിക്കുകയും ചെയ്തു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ സ്വയം തന്നെ അതിനെ ഹറാമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തൗറാത്തിലോ അല്ലെങ്കിൽ അവർക്ക് അവതരിച്ചു കിട്ടിയിട്ടുള്ള കർമ്മശാസ്ത്രത്തിലോ ഒട്ടകം ഹറാമായിരുന്നില്ല. പക്ഷെ അവർ അത് സ്വയം ഹറാമാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഹറാമാണെന്ന് കരുതുന്നില്ല എന്നതിനെ ഒരു കുറ്റകൃത്യമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ സത്യതയ്ക്ക് വിരുദ്ധമായ തെളിവായിട്ടും അവരെടുത്ത് ഉന്നയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവര് പറയും, നബിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് കണ്ടില്ലേ, ഇങ്ങനെ മുൻവേദത്തിലൊക്കെ പറഞ്ഞ ഒരു നബിയാണെങ്കിൽ, അങ്ങനെയുള്ള അന്യദൂതരാണെങ്കിൽ ഈ ഹറാമായതിനെ എങ്ങനെയാണ് കഴിക്കുക? ഈ ഹറാമായ ഒട്ടകത്തെ തിന്നുന്ന ആളാണോ നിങ്ങൾ ആ നബിയാണെന്ന് പറയുന്നത് എന്ന് ചോദിക്കാം. യഥാർത്ഥത്തില് ഹറാമാണ് എന്നത് അള്ളാഹു ഉണ്ടാക്കിയ നിയമമാണ്.
സ്വീകരിച്ചിട്ടുള്ള അവരുടെ അനിഷ്ടപ്രകാരം അവർ ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് എന്നതാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്നതാണ്, അല്ലയോ ജനങ്ങളെ, കുലൂ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, ഭൂമിയിൽ നിന്ന് ഹലാലൻ തയ്യിബ, നിങ്ങൾ നല്ലതും അതുപോലെ അനുവദനീയമായതിനെയും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പൊതുവിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാം ഹലാലാണ് എന്നതാണ്. ഹറാമായത് എന്താണ് എന്നത് അല്ലാഹു തആല നമുക്ക് പ്രത്യേകം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഹറാമാണ്, ഹലാലായിട്ട് പറഞ്ഞു തരിക. എല്ലാം ഹലാലാണ്, ഹറാമായത് വേറെ പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന ചില വസ്തുക്കൾ മാത്രമാണ് ഹറാമായിട്ടുള്ളത് എന്നർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ ഹലാൽ വിവാദം ഉണ്ടായല്ലോ ഇടക്കാലത്ത്. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. എന്താണ് ഹലാൽ ഫുഡ് എന്നതിനെ കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇസ്ലാമോഫോബിയയുടെ ഒരു കാലത്ത് അതിനെ ഇസ്ലാമിനെതിരായിട്ട് വളരെ നല്ല പ്രചാരണം നടത്താൻ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പല ആളുകളും ബോർഡ് എഴുതി വെക്കുകയാണ്, ഇവിടെ ഹലാൽ ഫുഡ് അല്ല ലഭിക്കുന്നത് എന്ന് എഴുതി വെക്കുന്ന, ഇവിടുത്തെ ഫുഡ് ഹലാലല്ല എന്ന് എഴുതി വെക്കുന്നിടത്തോളം കൗതുകകരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെന്താണ് ഹലാൽ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അവര് ഇസ്ലാം വിരുദ്ധ ശക്തികൾ തെറ്റിദ്ധരിപ്പിച്ച പ്രചാരണം നടത്തിയ അവരുടെ പ്രചാരണത്തിൽ വീണുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഹലാൽ എന്ന് പറയുന്നത് എന്തിനാണ്? എല്ലാ വസ്തുക്കളും ഭൂമിയിൽ മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും അതിൽ ഹറാമായിട്ട് പ്രത്യേകം പഠിപ്പിച്ചു തന്നത് ഒഴികെയുള്ളതെല്ലാം മനുഷ്യന് ഹലാലാണ് എന്നതാണ്. അപ്പോൾ പന്നിമാംസം, മദ്യം, അങ്ങനെയൊക്കെ ഉള്ള ഏതാനും ചിലത് അതിനെ ഹറാമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചിരിക്കുന്നു. മിച്ചമുള്ളതെല്ലാം നമുക്ക് ഹലാലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിധികർത്തൃത്വാധികാരത്തിൽ പങ്കുചേർക്കണം. നമുക്ക് നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ച് കാണിച്ചു തരാനുള്ള, നമുക്ക് ഹലാൽ ഹറാമുകൾ നിർണയിച്ചു തരാനുള്ള അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കുചേർക്കുക എന്നതാണ് ഓരോരുത്തരും സ്വയം ചിലത് ഹലാൽ ചിലത് ഹറാം എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളതല്ല, അത് ഒട്ടകമാണെങ്കിലും അതുപോലെ തന്നെ പശുവാണെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും അള്ളാഹു അനുവദിച്ചു തന്നതിനെ ഹറാമാക്കാൻ ആർക്കും തന്നെ അധികാരമില്ല, ഒരാൾക്കും അവകാശമില്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും പാടില്ലാത്തതാണ്. എന്നാൽ ഹലാലായാലും മാത്രം മതിയാവുകയില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ത്വയ്യിബായിരിക്കണം. ഹലാലാവുക നമ്മുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാവുക, നമ്മള് മറ്റേതെങ്കിലും അവിഹിതമായ രീതിയിൽ സമ്പാദിച്ചതല്ലാതിരിക്കുക. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ അത് ത്വയ്യിബല്ല എങ്കിൽ അത് ഭക്ഷ്യയോഗ്യമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബോധിക്കുന്ന, നമ്മുടെ ശരീരത്തിന് അനുഗുണമായിട്ടുള്ള നല്ല ഭക്ഷണമായിരിക്കുക എന്നതാണ് ത്വയ്യിബാവുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നല്ലതാണ് അള്ളാഹു സ്വീകരിക്കുക. അള്ളാഹു അള്ളാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയും എന്നാണ്. അപ്പോൾ നല്ലതായിരിക്കുക എന്നതുകൂടി അതിന്റെ ഒരു ഉപാധിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഹലാൽ എന്താണ് ഹറാം എന്താണ് എന്ന് പറഞ്ഞു തരേണ്ടത് എന്ന അടിസ്ഥാന പാഠം ഇവിടെ വ്യക്തമാക്കുകയാണ്. വേദവിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈക്രിയകളെ, കൃത്രിമത്വങ്ങളെ നിഷേധിക്കുകയാണ്. അങ്ങനെ പൂർവ്വ വേദത്തിന്റെ ആളുകൾ ഞങ്ങൾ വേദവാദികരാണ്, വേദക്കാരാണ് എന്ന് അവകാശപ്പെടുന്നതോടൊപ്പം അള്ളാഹു അവതരിപ്പിച്ചതിന് വിരുദ്ധമായി അവന്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അതോടൊപ്പം മുഴുവൻ മനുഷ്യരോടും ഉള്ള ഭക്ഷണത്തിന്റെ വിധി കൂടി പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുക, അത് നല്ലതായിരിക്കുക എന്നത് ദീനിൽ ഒരാൾ ചേരുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പോലും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്
സ്വീകാര്യയോഗ്യമാകുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് മാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞ സ്വഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭക്ഷണത്തെ ഹലാലാക്കുക എന്നതാണ്. പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടത് എന്താണ്? ഒന്ന്, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അള്ളാഹുവിനോട് ചോദിക്കുക. മറ്റൊന്ന്, ഭക്ഷണം ഹലാലായിരിക്കുക. ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എത്ര ഭക്തിപൂർവ്വം പ്രാർത്ഥന നടത്തിയാലും അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുവിനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം ഭക്ഷണത്തിൽ ഹറാം കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിത മാർഗം ഏതോ തരത്തിലാവുകയും നമ്മുടെ സമ്പാദ്യങ്ങൾ പ്രത്യേകിച്ച് യാതൊരു മാനദണ്ഡവും പാലിക്കാത്തതായിരിക്കുകയും അത് പിന്നെ ഒരു വഴിക്ക് നടക്കുകയും നമ്മുടെ ഉപജീവന മാർഗമൊക്കെ നമ്മുടേതായ വഴിക്ക് കച്ചവടമാകുമ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകളെ സാമാന്യവൽക്കരിക്കുകയും പിന്നെ യുക്തിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് മറുവശത്ത് പറയുന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് സ്വീകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ തന്നെ ഭക്ഷണം ഹലാലായിരിക്കുക എന്ന ഉപാധിയുണ്ട്. അപ്പൊ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനായും ചൂഴ്ന്നു നിൽക്കുന്ന, പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് അക്കലുൽ ഹറാം? ഹറാമായ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഹറാമായ തീറ്റ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പന്നി മാംസം ഹറാമാണ്, മദ്യം ഹറാമാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതൊക്കെ ഹറാമാവുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിൽ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള വേറെയും ചില വസ്തുക്കളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മോഷണം മുതൽ എന്ന് പറയുന്നത്. മോഷ്ടിച്ചത് ഭക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് നമ്മുടെ വരുമാനത്തിൽ കലരാൻ പാടില്ല. ആരുടേത് മോഷ്ടിച്ചതും നമ്മുടെ വരുമാനത്തിൽ കലരാൻ പാടില്ല. അത് സർക്കാരിന്റെ മുതലാണെങ്കിലും പൊതുമുതലുകളാണെങ്കിലും അതിന്റെ ഗൗരവം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുക. ഒരു വ്യക്തിയുടെ വീടിന്റെ ഓട് പൊളിച്ച് അവിടെ കടന്നു കയറി അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോവുക എന്നത് മാത്രമല്ല മോഷണം. മോഷണം എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന പലതരം തട്ടിപ്പുകളിലൂടെ, പലതരം കൃത്രിമത്വങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്ന മോഷണങ്ങളുണ്ട്. അത്തരം മോഷ്ടിച്ച രീതിയിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള മുതലുകൾ അക്കലുൽ ഹറാമാണ്. അത് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല, അത് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ഹറാമായ ഭക്ഷണം എന്ന് പറയുന്നത് പലിശ തന്നെയാണ്. അക്കലുൽ ഹറാമിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറയപ്പെടുന്നത് പലിശയാണ്. നമുക്കറിയാവുന്നതാണ്, അത് വാങ്ങുന്നവനും കൊടുക്കുന്നവനും സാക്ഷി നിൽക്കുന്നവനും അത് എഴുതി വെക്കുന്നവരും ഒക്കെ അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണ് എന്നതാണ്. അതുകൊണ്ട് പലിശയുടെ മുതൽ നമ്മുടെ ഭക്ഷണത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഹറാമാണ്. ഇപ്പൊ ജൂതന്മാരിവിടെ എന്താണ് ചെയ്തത്? അള്ളാഹു ഹറാമാക്കാത്ത ഒട്ടകത്തെ ഹറാമായിട്ട് കരുതുകയും, എല്ലാ ജൂതന്മാരും അല്ല, അറേബ്യയിലെ ജൂതന്മാർ, അക്കാലത്തെ ജൂതന്മാർ ഒട്ടകത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടില്ല, ആ ഹറാമാക്കാത്ത ഒട്ടകത്തെ ഹറാമാണെന്ന് പ്രചരിപ്പിക്കുകയും അള്ളാഹു ശപിച്ച പലിശ, ആ പലിശയുടെ ഇടപാട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാറുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ദീനിനെ തലതിരിച്ചു കാണലാണ്. അത് അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ നിയമത്തെ തലകീഴായി നിർത്തുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അക്കലുൽ ഹറാമിൽ പ്രധാനപ്പെട്ട ഒന്ന് പലിശയാണ്. അതുപോലെ തന്നെ ചൂതാട്ടം, നമ്മുടെ കാലത്തുള്ള ലോട്ടറി, നമ്മുടെ സമുദായത്തിലുള്ള എല്ലാവർക്കും പോലും അതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ മുസ്ലിങ്ങളായ ആളുകൾ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവർ പള്ളിയിൽ വരുന്നവരാണ്, അവർ പള്ളിക്ക് പെരുന്നാൾ പണം നൽകുന്നവരാണ്, വരിസംഖ്യ നൽകുന്നവരാണ്, അവര് ഒരുപക്ഷെ പള്ളിയിലെ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അതല്ലെങ്കിൽ ദീനീ കാര്യത്തിൽ തൽപരരായി അവർ മുന്നിൽ ഉണ്ടാകുന്നവരാണ്, വയല് സംഘടിപ്പിക്കുന്നവരാണ്, അത് കേൾക്കാൻ വരുന്നവരാണ്, ഒക്കെയാണ്. പക്ഷെ അതോടൊപ്പം അവർ ലോട്ടറി എടുക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ലോട്ടറി ഷോപ്പുകളിൽ നമ്മൾക്ക് ചെന്നാൽ കാണാൻ പറ്റും. അവർക്കത് മനസ്സിലായിട്ടില്ല, അത് ഹറാമായ ഒരു സാധനമാണ്. ഒരുപക്ഷെ അവർ പലിശ വാങ്ങുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കും, എന്നാൽ പോലും അതുപോലെ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കും. പക്ഷെ അവർ ലോട്ടറി വാങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതവർക്ക് ഒരുപക്ഷെ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. അത് അക്കലുൽ ഹറാമാണ്, അത് ഹറാമായ ഭക്ഷണമാണ്. ആ ലോട്ടറി വാങ്ങുകയോ അതിൽ നിന്ന് വല്ലതും സമ്പാദിക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കുന്നത് ഹറാമായ മുതലാണ്. ലോട്ടറി വാങ്ങുക മാത്രമല്ല, ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള ആളുകളും നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. അവരെ ബോധവൽക്കരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ഉപജീവനത്തിന് മറ്റെന്തെങ്കിലും വഴികളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ബാധ്യത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉള്ളതാണ്. അപ്പോൾ ചൂതാട്ടം എന്ന് പറയുന്നത് പലിശ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹറാമായിട്ടുള്ള ഭക്ഷണമാണ്. അതുപോലെ തന്നെ കൊള്ള നടത്തിയത്, അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ കൊള്ളലാഭം എടുത്തിട്ടുള്ളത്, അതുപോലെ കൃത്രിമത്വത്തിലൂടെ നേടിയത്, കൈക്കൂലിയിലൂടെ നേടിയത്. കൈക്കൂലി വാങ്ങിയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ശാപമുള്ള ഒരു പണമാണ് കൈക്കൂലി. അഴിമതികൾ, എല്ലാ അഴിമതികളും. ഒരാൾക്ക് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ വരാൻ കഴിയുന്നു, അയാൾ നമസ്കരിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, അങ്ങനെ അയാൾ അള്ളാഹുവിന്റെ ദീനിൽ വളരെ സജീവത്തിൽ പോകുമ്പോൾ അയാൾ കൈക്കൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ അയാളുടെ പൊതുപ്രവർത്തനത്തിൽ അയാൾ അഴിമതി നടത്തുന്നു. അങ്ങനെ ഉള്ള വൈരുദ്ധ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ദീനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീൻ എന്ന് പറയുന്നത് നമുക്കൊരു മതമായി മാറിപ്പോയിട്ടുണ്ട്. ഹിന്ദു മതം പോലെ, ക്രിസ്തു മതം പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങൾ പോലെ നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളുടെ ഒരു പരിഹാരം, അല്ലെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നമ്മുടെ മനസ്സിന്റെ തേട്ടത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ ഒരു മതമായി ഇസ്ലാമിനെ സ്വീകരിക്കുകയും അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീൻ എന്നുള്ള ഒരു പദവിയിലേക്ക് ഇസ്ലാമിനെ നമ്മൾ ഉയർത്തി നിർത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. പൊതുജീവിതത്തിൽ അഴിമതി, അതുപോലെ ഔദ്യോഗിക ജീവിതത്തിൽ കൈക്കൂലി, അതുപോലെ മറ്റ് കച്ചവടങ്ങളിൽ യാതൊരു തരത്തിലുള്ള നീതിയും പാലിക്കാത്ത വിധമുള്ള ഏർപ്പാടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൊക്കെ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടായിരിക്കെ തന്നെ പള്ളിയിൽ വരാനും ജുമയിൽ ആദ്യം ഒന്നാമത്തെ സഫിലെത്താനും, അതുപോലെ തന്നെ ചിലപ്പോൾ ഖുതുബ കേൾക്കാൻ മാത്രമല്ല ഖുതുബ നടത്താനും അത് പറയാനും ഇമാമ് നിൽക്കാനും യാതൊരു മടിയുമില്ലാതെ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത് ദീനിനെ നമ്മൾ കേവല മതമായി മനസ്സിലാക്കിയത് കൊണ്ടുണ്ടാകുന്ന തകരാറാണ്. ഇവിടെ അതിനെയാണ് നിഷേധിക്കുന്നത്. ഭൗതികന്മാരായ നേതാക്കന്മാർ പരലോകത്ത് വെച്ച് നിങ്ങളെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തെ പറഞ്ഞ ഉടനെ പിന്നീട് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് അതാണ്. ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള പലതരം നിഷിദ്ധമായ ഭക്ഷണങ്ങളെ സംബന്ധിച്ചും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹലാലായത് ഭക്ഷിക്കണം, അതോടൊപ്പം നിങ്ങൾ ത്വയ്യിബായത് ഭക്ഷിക്കണം. നല്ലതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ശരീരത്തിന് യോജിക്കുന്നതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്. ശൈത്താൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സർവനാശത്തിലേക്കാണ്. ശപിക്കപ്പെട്ടവനാണ് ശൈത്താൻ എന്ന് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണെന്ന് നമുക്കറിയാം. അല്ലാഹു തആലയോടുള്ള അനുസരണമില്ലായ്മ കൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ അഹങ്കാരം പ്രകടിപ്പിച്ചതുകൊണ്ട് ഒക്കെ ശപിക്കപ്പെട്ടവനാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ എല്ലാവരും സുജൂദ് ചെയ്യുകയും അതിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി ഞാനാകുന്നു ശ്രേഷ്ഠനെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുനിൽക്കുകയും ചെയ്തവനാണ് ശൈത്താൻ. ആ ശൈത്താൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ നാശത്തിലേക്കാണ്. അവന്റെ ഓരോ കാലടിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സർവനാശത്തിലേക്കാണ്. നിങ്ങൾ അവനെ ഇത്തിബാഅ് ചെയ്യരുത്, നിങ്ങൾ ആ ശൈത്താന്റെ പിന്നാലെ പോകരുത്. ആ ശൈത്താന്റെ പോക്ക് വളരെ ആകർഷകമായി നിങ്ങൾക്ക് തോന്നിയേക്കും. ആ ശൈത്താന്റെ കാലടികൾ കാണുമ്പോ വളരെ മനോഹരമായി നിങ്ങൾക്ക് തോന്നിയേക്കും, എളുപ്പമുള്ളതായി നിങ്ങൾക്ക് തോന്നിയേക്കും. ആ വഴി വളരെ എളുപ്പമാണ്, വളരെ പ്രാക്ടിക്കലാണ് എന്ന് തോന്നിയേക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നിങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിൽ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ പ്രാക്ടിക്കൽ ആവൂ. നിങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചിന്തിക്കൂ. നിങ്ങൾ കുറച്ചുകൂടി പുരോഗമനാത്മകമായ
നിലപാടുകൾ സ്വീകരിക്കൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്താണ് ഈ പുരോഗമനം എന്ന് പറയുന്നത്? അത് ശൈത്താന്റെ കാലടിയാണ്. അതിനെക്കുറിച്ചാണ് പുരോഗമനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പുതിയ കാലത്തിന്റെ തേട്ടം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പ്രായോഗികം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മനോഹരമായ പേരുകൾ നൽകിക്കൊണ്ട് മനോഹരമായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ നിങ്ങളെ ശൈത്താൻ കൊണ്ടുപോവുക സർവനാശത്തിലേക്കാണ്. അതുകൊണ്ട് ശൈത്താൻ, അവന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു വ്യക്തമാക്കി തരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്നാണ്. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു. ആരാണ് ശത്രു എന്നറിയാതെ ഒരാൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ആരാണ് ശത്രു, ആരാണ് എതിരാളി എന്നറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഗെയിം പൂർത്തീകരിക്കാൻ കഴിയുക? നിഴലിനോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഴലിനോടുള്ള യുദ്ധമാണ്. യഥാർത്ഥത്തിലുള്ള ശത്രു ഒളിഞ്ഞിരിപ്പാണ്. യഥാർത്ഥത്തിലുള്ള ശത്രു ശൈത്താനാണ്. ആ ശൈത്താന്റെ നിഴലുകൾ എന്ന് പറയുന്നത് ആ നിഴലുകളോട് മാത്രം വിട്ടുനിന്നതുകൊണ്ട് മതിയാവുകയില്ല. അതുപോലെ തന്നെ നാം നമുക്കിടയിലുള്ള പലരെയും ശത്രുക്കളായി കാണുകയാണ്. നമ്മുടെ തന്നെ കൂടപ്പിറപ്പുകളെ, സഹോദരന്മാരെ, അതേപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ അയൽവാസികളെ, അതേപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനത്തിന്റെ എതിർവശത്ത് കച്ചവടം ചെയ്യുന്നവരെ, അതല്ലെങ്കിൽ നമ്മുടെ സംഘടനക്ക് പുറത്തുള്ളവരെ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പെടാത്ത ആളുകളെ, അതല്ലെങ്കിൽ നമ്മുടെ മതത്തിന് പുറത്തുള്ളവരെ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിര് പങ്കിടുന്ന ഏതൊരു രാജ്യത്തിൽ ഉള്ളവരെ, ഇങ്ങനെ നമ്മൾ പലരെയും ശത്രുക്കളായി കാണുകയും അവയോടൊക്കെ പടവെട്ടി നമ്മുടെ ജീവിതത്തെ തുലച്ചു കളയുകയുമാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ശത്രുവായി കാണുക നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കേണ്ടുന്ന ആളുകളെയാണ്. എന്നിട്ട് അവരോട് ശത്രുത കാണിക്കുകയും അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ തുലച്ചു കളയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മളിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു യഥാർത്ഥത്തിൽ ശൈത്താനാണ്. ആ ശൈത്താനാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മുടെ മുമ്പാകെ വികലമാക്കി കാണിച്ചു തരുന്നത്. ആ ശൈത്താനാണ് അള്ളാഹുവിന്റെ കിതാബിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നേർരേഖയിൽ നിന്ന്, മുസ്തഖീമായിട്ടുള്ള പാതയുണ്ടല്ലോ, ആ നേർരേഖയിൽ നിന്ന് നമ്മെ വലിച്ച് താഴെയിടുന്നത്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ പാത കാണിച്ചു തരയണമേ എന്നാണ്. ആ നേരായ പാതയിൽ തടസ്സം സൃഷ്ടിച്ച്, അങ്ങനെ തടസ്സം സൃഷ്ടിക്കുമെന്ന് അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തി ഇറങ്ങി വന്നവനാണ് ശൈത്താൻ. ലൗദിയന്നഹും, അതുപോലെ തന്നെ ഉളില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കും, ഞാൻ അവരെ വ്യാമോഹത്തിൽ അടിപ്പെടുത്തും. ആദം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞല്ലോ, നീ ഈ പഴം തിന്നാൽ, അള്ളാഹു പറയാണ് നിങ്ങൾ ആ മരത്തിനോട് അടുക്കാൻ പാടില്ല. വലാ തഖറബാ ഹാദിഹി ഷജറ, ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശൈത്താൻ വന്നിട്ട് എന്താണ് പറയുന്നത്? ശൈത്താൻ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ മരത്തിനടുത്ത് പോയാൽ, നിങ്ങൾ ഇതിലെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ താമസിക്കാം, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരും എന്നല്ല ശൈത്താൻ പറയുന്നു. നിങ്ങൾക്ക് സ്വർഗം പോലെ മറ്റൊന്ന് തരുമെന്നല്ല പറയുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥിരവാസമുണ്ടാകും. ഇതാണ് വ്യാമോഹത്തിന് അടിപ്പെടുത്തുക എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വൃക്ഷത്തെ സമീപിക്കലാണ്, പഴം തിന്നല്ല. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു അനുസരണക്കേട്, ഒരു വ്യതിചലനം സംഭവിച്ചു. അത് സംഭവിച്ചപ്പോൾ പിന്നെ ചിത്രത്തിൽ ശൈത്താനില്ല. ഖന്നാസാണ് അവൻ, പിന്മാറിക്കളയുന്നവനാണ്. അപ്പോൾ എല്ലാ നമസ്കാരത്തിന്റെ വേളയിൽ പിശാച് ശൈത്താൻ നമ്മുടെ അടുത്ത് വരും. ആരാധനാനുഷ്ഠാനങ്ങളിൽ നമ്മുടെ അടുത്ത് വരും. സാമ്പത്തിക ഇടപാട് നടത്തുന്നിടത്ത് ശൈത്താൻ നമ്മുടെ അടുത്ത് വരും. സക്കാത്ത് കണക്ക് കൂട്ടുന്ന നേരത്ത് വരും. കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ശൈത്താൻ നമ്മുടെ അടുത്ത് വരും. നമ്മൾ നല്ല കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ശൈത്താൻ വരും. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശൈത്താൻ വരും. അതുകൊണ്ടാണ് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചാൽ
ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് വേണം നിങ്ങൾ ഖുർആൻ പാരായണം നടത്താൻ എന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോൾ മുഴുകുന്നുവോ അവിടെ ശൈത്താൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഏതെങ്കിലും നിലക്ക് നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ട് അവൻ പിന്മാറിക്കളയുകയും ചെയ്യും. പരലോകത്ത് വെച്ച് ശൈത്താൻ പറയുക, എനിക്ക് അവരുടെ മേൽ യാതൊരു അധികാരവും ഇല്ലായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഞാനിങ്ങനെ പ്രേരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്, ഞാൻ അവരോട് ചിലത് പറയുക മാത്രമാണ് ചെയ്തത്. അവര് അത് സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം അത് ചെയ്യിക്കാനുള്ള അധികാരവും കഴിവും ശക്തിയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു ചെറിയ പ്രേരണ നൽകിയപ്പോഴേക്ക് അവരത് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് നിനക്കറിയാമല്ലോ എന്ന് ശൈത്താൻ പറയുമെന്നാണ്. ഈ ശൈത്താൻ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ എന്നാണ്. ശൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ശത്രുവാകുന്നു. യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല, ഒരു സംശയവും ആ കാര്യത്തിലില്ല എന്നതാണ്. ഇന്നമായ മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ശൈത്താൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വിസ്സു. ഈ ഇന്നമ എന്ന് പറയുന്നതിന്റെ അർത്ഥം മാത്രമാകുന്നു എന്നാണ്. അത് ചേരുന്നത് വിസ്സൂഇ വൽ ഫഹ്ശാ എന്നതിലേക്കാണ്. അഥവാ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വിസ്സൂ, തെറ്റുകളാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുക എന്നതാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. വൽ ഫഹ്ശാ, മ്ലേച്ഛതകൾ, അതായത് പുറമേക്ക് അറിയുന്ന തെറ്റുകളുണ്ട്, പുറമെ പറയാൻ പോലും കൊള്ളാത്ത തെറ്റുകൾ. രണ്ട് രീതിയിലുണ്ട് തെറ്റുകള്. അത് രണ്ടിനെയും ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തില് തെറ്റുകൾ ചെയ്യാൻ, തകരാറുകൾ ഉണ്ടാവാൻ, തിന്മകൾ ചെയ്യാൻ, അതിനു വേണ്ടിയാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. വൽ ഫഹ്ശാ, അതുപോലെ തന്നെ മ്ലേച്ഛതകൾ ചെയ്തു കൂട്ടാനാണ്. നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനില് ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടി. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ആ ഏറ്റവും നല്ല ഘടനയിൽ നിന്ന് പിന്നെ മനുഷ്യൻ എന്തായി പോവുകയാണ്? മ്ലേച്ഛരിൽ മ്ലേച്ഛരായി, നീചരിൽ നീചരായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൃഗത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത, കന്നുകാലികൾക്ക് പോലും ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞല്ലോ. ഒരു കന്നുകാലിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, നാൽക്കാലികൾക്ക് ചെയ്യാൻ കഴിയാത്ത, മറ്റു ജന്തുക്കൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, നമ്മൾ പന്നി പട്ടി എന്നൊക്കെ പറയുമ്പോ അതൊക്കെ മോശപ്പെട്ട ജീവികൾ എന്ന നിലയിലാണ് അതൊക്കെ ചീത്ത പറയാനുള്ള വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ അവക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ, മ്ലേച്ഛതകൾ, അതാണ് ഇവിടെ ഫഹ്ശാ എന്നതുകൊണ്ട് പറയുന്നത്. അത്തരം മ്ലേച്ഛതകളൊക്കെ ചെയ്തു കളയും മനുഷ്യൻ. അങ്ങനെയുള്ള മ്ലേച്ഛതകൾ ചെയ്യാനാണ് പിശാച് പ്രേരിപ്പിക്കുന്നത്. അശ്ലീലങ്ങൾ, ആഭാസത്തരങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, ഇതൊക്കെ പുറത്തു പറയാനോ ചിന്തിക്കാനോ, ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ഒരാളോട് പറയാൻ പോലും കഴിയാത്തത്രയും വൃത്തികേടുകൾ ചെയ്യാൻ ശൈത്താൻ നമ്മളോട് കൽപ്പിക്കും. പിന്നീട് എന്താണ് ശൈത്താൻ കൽപ്പിക്കുന്ന കാര്യം? അല്ലാഹനെ കുറിച്ച് പറയാൻ, മാലാ തഅലമൂൻ, അറിഞ്ഞുകൂടാത്തത് പറയാൻ. ഇപ്പൊ ശൈത്താൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് 3 കാര്യമാണ്. 1, തെറ്റുകൾ ചെയ്യാൻ കൽപ്പിക്കുക. 2, മ്ലേച്ഛതകൾ ചെയ്യാൻ കൽപ്പിക്കുക. 3, അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് പറയാൻ വേണ്ടി കൽപ്പിക്കുക. അള്ളാഹിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു? അള്ളാഹു 3-ൽ ഒരുവനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് എത്താൻ ഇടയാളന്മാരുമാണെന്ന് പറഞ്ഞു. അള്ളാഹു കൽപ്പിക്കേണ്ടുന്നതിന് പകരം പുരോഹിതന്മാർ കൽപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവര് പറഞ്ഞുകൊണ്ടിരുന്നു, വേദക്കാരായ ആൾക്കാർ തന്നെ. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാത്തത് പറയാനും കൽപ്പിക്കുകയാണ് ശൈത്താൻ ചെയ്യുന്നത്. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ.
തെറ്റു ചെയ്യാനും മ്ലേച്ഛതകൾ ചെയ്യാനും അതോടൊപ്പം അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് പറയാനുമാണ് ആ ശൈത്താൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നല്ലത് തിന്നുകയും അതുപോലെ തന്നെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് അനുവദനീയമായത് മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു തന്ന റസൂലിനെ നിങ്ങൾ പിൻപറ്റേണ്ടത് ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലുമുള്ള മാതൃകയായിക്കൊണ്ടാണ്, നേതാവായിക്കൊണ്ടാണ്. ഒരു മനുഷ്യന്റെ അകം ശുദ്ധമാകുന്നത് അവൻ ഏറ്റവും നല്ല മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ മാത്രമല്ല, അവൻ നല്ലത് ഭക്ഷിക്കുമ്പോൾ കൂടിയാണ്. അവന്റെ ഭക്ഷണം നന്നാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഒരാൾ 10 ദിർഹമിന് ഒരു കുപ്പായം വാങ്ങി, അതിൽ 9 ദിർഹവും ഹലാലാണ്, അതിൽ 1 ദിർഹം ഹറാമാണെങ്കിൽ ആ കുപ്പായം ദ്രവിച്ചു തീരുന്നത് വരെ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു അമലിനെയും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഒരാൾ എല്ലും തോലുമാകുവോളം പിന്നെ നോമ്പനുഷ്ഠിച്ചു, അതുപോലെ നട്ടെല്ല് വളഞ്ഞു പോകുവോളം ഒരാൾ നമസ്കരിച്ചു, പക്ഷെ അയാളുടെ ഭക്ഷണം ഹറാമാണെങ്കിൽ അതൊന്നും, ആ നമസ്കാരവും നോമ്പും ഒന്നും അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ്. ഒന്നും സ്വീകരിക്കൂല. വളരെയധികം ഈ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായിരുന്നു സഹാബിമാര്. അവര് നമുക്കറിയാമല്ലോ, ബൈത്തുൽ മാൽ ഇങ്ങനെ വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈത്തപ്പഴൊക്കെ ആളുകൾ കൊണ്ടുവന്ന് അങ്ങനെ വെച്ച സമയത്താണ് ചെറിയ കുട്ടി ആ ഈത്തപ്പഴത്തിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് വായിലിട്ടത്. ഉടനെ തന്നെ മുഅ്മിനായ പിതാവ്, ഭരണാധികാരിയായ പിതാവ് വായിൽ കൈയിട്ട് അത് ഛർദ്ദിപ്പിച്ചു കളയുകയാണ്. അത് കഴിക്കാൻ പാടില്ല, അത് നിന്റെ വയറ്റിൽ എത്താൻ പാടില്ല, അത് രക്തത്തിൽ കലരാൻ പാടില്ല, അത് ശരീരത്തിന്റെ ഭാഗമായി മാറാൻ പാടില്ല. അൻസ്വാരി വനിതകൾ പറയുമായിരുന്നു അത്രേ, വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറയാണ് അവര്, പിന്നെ ഈ അൻസാരി വനിതകൾ വിളിച്ചു പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരരുത് എന്നാ. നിങ്ങൾ പോയി എന്തെങ്കിലും കൊണ്ടുവരരുത്, കാരണം വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, വിശപ്പും ദാഹവും ഞങ്ങൾ സഹിക്കും. ഇന്ന നസ്ബിറു മിനൽ ജൂഅ, വിശപ്പിൽ നിന്ന് ഞങ്ങൾ സഹിക്കും, പക്ഷേ ഞങ്ങൾക്ക് നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരരുത്, ഹലാല് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് അൻസ്വാരി വനിതകൾ പറയുമായിരുന്നു എന്നാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വാങ്ങിത്തരണം, എന്തായാലും അത് വാങ്ങിത്തരണം എന്ന രീതിയല്ല. ഹലാലാണെങ്കിൽ, അത് നമുക്ക് അനുവദനീയമാണെങ്കിൽ, അത് നമുക്ക് വിഹിതമാണെങ്കിൽ മാത്രം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു തലത്തിൽ അൻസാരി വനിതകൾ ഉയർന്നു എന്നതാണ്. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൗരവത്തിൽ ആ കാര്യം പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹിജറ പോകുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു പോയത് ആ മക്ക ഖുറൈശികൾ നബിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന വസ്തുക്കളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും, പുത്തൻ വാദമാണെന്നും പുതിയ ദീന് കൊണ്ടുവന്നതാണെന്നും നമ്മുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുന്നുണ്ട് എന്നും അങ്ങനെ നബിയെ കൊന്നുകളയണമെന്ന് പോലും അവർ തീരുമാനിച്ചല്ലോ. പക്ഷെ അപ്പോഴൊക്കെ അവർക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിഹിതമായ ഒന്നും തന്നെ ഭക്ഷിക്കുകയില്ല, ഒന്നും കൈക്കലാക്കുകയില്ല, വിശ്വസ്തനാണ് എന്ന നിലക്ക് അവരുടെ സ്വത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂക്ഷിക്കാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ബാങ്ക് സിസ്റ്റം ഇല്ല, അന്ന് വേറെ ലോക്കറുകളില്ല, വ്യവസ്ഥാപിതമായ അത്തരം സംവിധാനങ്ങൾക്ക് പകരം ഇന്നത്തെ പോലെ ഇല്ല. അന്ന് ജനങ്ങളുടെ കൈകളിൽ, വിശ്വസ്തരായ ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാൻ. അപ്പോ മക്കാ മുശ്രിക്കുകളായിട്ടുള്ള ആളുകള് റസൂലുള്ളാഹിനെ എത്രത്തോളം വിമർശിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് അവരുടെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്വത്തുക്കളൊക്കെ നബിയുടെ കൈവശമുണ്ട്. അപ്പോഴാണ് ദാറുൻ നദ്വയിൽ വെച്ച് നബിയെ കൊല്ലാനുള്ള തീരുമാനം മുശ്രിക്കുകൾ എടുക്കുന്നത്. അത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ പുതപ്പിനടിയിൽ കിടത്തിയിട്ട് അവിടം വിട്ടു പോവുകയാണ്. അങ്ങനെ പുതപ്പിനടിയിൽ കിടത്തി ഉറക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്?
ആ മുശ്രിക്കുകളായ ആളുകള് വിശ്വസിച്ചേൽപ്പിച്ച സ്വത്തുക്കളാണ്. വേണമെങ്കിൽ ഹിജറ പോകുന്ന സഹാബിമാരുടെ സ്വത്തുക്കളൊക്കെ ആരാണ് കൈവശപ്പെടുത്തുക? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരുപാട് ഭൗതിക വിഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നല്ല കച്ചവടക്കാരും കച്ചവട ചരക്ക് കൈവശമുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ആ മക്കയിൽ വലിയ സ്വത്തുക്കൾ ഉണ്ടായിരുന്നവരും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ സ്വത്തും അവരുടെ വീടും അവരുടെ എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ച് വിട്ടേച്ചു പോവുകയാണ്. അതെല്ലാം കൈവശപ്പെടുത്തുന്നത് ഖുറൈശികളാണ്. എങ്കിൽ അതിനു പകരമായിട്ട് എന്ന ന്യായം പറഞ്ഞിട്ട് ഖുറൈശികൾ ഏൽപ്പിച്ച വസ്തുക്കൾ കൊണ്ട് പോകാമായിരുന്നു. ചരിത്രം അതിനെ ന്യായീകരിച്ചു കൊള്ളുമായിരുന്നു. പിന്നീട് ആരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയില്ല ചരിത്രത്തിൽ. അതങ്ങനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനൊന്നും നിൽക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈവശം ഇത് ഏൽപ്പിക്കുകയാണ്, ഈ സ്വത്തുക്കൾ. എന്നിട്ട് അതിന്റെ അവകാശികളുടെ ലിസ്റ്റും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ അതിന്റെ അർഹർക്ക് കൊടുക്കണം എന്ന് പറയാം. കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു നിൽക്കുന്നവരുടെ സ്വത്തുക്കൾ പോലും അന്യായമായി അവരിൽ നിന്ന് ഹക്കല്ലാത്തത് ഒന്നും തന്നെ തന്റെ കൈവശം വന്നുപെടാൻ പാടില്ല, തന്റെ അനുയായികളുടെ കൈവശം വന്നുപെടാൻ പാടില്ല. അപ്പോൾ ഹലാലായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്, പാഠമാണ്. അതൊന്തിന്റെ പേരിലാണെങ്കിലും എന്ത് ന്യായം പറഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ സ്വത്തിലേക്ക് അത് വന്നുകൂടാൻ പാടില്ല. നമ്മളെപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്നതിന്റെ ന്യായം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൈവശം ഹലാലായത് മാത്രമേ ഉള്ളൂ എന്നതാണ്. നമ്മൾ ബിസ്മി ചൊല്ലി അറുത്തത് മാത്രമേ ഭക്ഷിക്കൂ എന്നത് ഹലാൽ ഭക്ഷിക്കുന്നതിൽ ക്രമപ്രധാനമാണ്. പക്ഷെ അത് മാത്രമല്ല, അത് അവസാനത്തതല്ല. നമ്മുടെ സമ്പാദ്യം ഹലാലായി തീരുക എന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ ചീത്ത ചുറ്റുപാടുകളിൽ മോശപ്പെട്ട അവസ്ഥയിൽ ഒന്നും ഭക്ഷണം കഴിക്കുന്നവരല്ല മുഅ്മിനീങ്ങൾ. അവര് നജസുള്ള ഇടത്ത് നിന്ന്, മാലിന്യ കൂമ്പാരത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഒരുപക്ഷെ ഹറാമാണ് എന്ന് വിധിക്കപ്പെടാത്ത ചില വസ്തുക്കൾ തന്നെ നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല എങ്കിൽ, നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നതല്ല എങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഹറാമുകളുടെ ലിസ്റ്റിൽ അത് ഉണ്ടാവുകയില്ല, പക്ഷെ സാഹചര്യത്തിൽ അത് മോശപ്പെട്ട ഒരു സാധനമായിരിക്കും, നമ്മുടെ ശരീരത്തിന് പറ്റാത്തതായിരിക്കും, നമ്മുടെ ദഹന വ്യവസ്ഥക്ക് യോജിക്കാത്തതായിരിക്കും. അത് നമ്മൾ മാറ്റി നിർത്തണം. കാരണം അത് ത്വയ്യിബല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹലാലുമായിരിക്കുക അതോടൊപ്പം ത്വയ്യിബുമായിരിക്കുക എന്നത് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ സമ്പാദ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ അനുസരിക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരുമായി മാറുന്നത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻ വേദക്കാരായ ആളുകൾ പിഴച്ചുപോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാരണങ്ങൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഹറാമാക്കാത്തതിനെ ഹറാമാക്കുക എന്ന് പറയുന്നത്. അള്ളാഹു ഹറാമാക്കാത്തതിനെ ഹറാമാക്കാൻ പാടില്ല. അള്ളാഹു താല നിഷിദ്ധമാക്കാത്തതിനെ നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അവകാശമില്ല. പുതിയ കാലത്ത് അത്തരത്തിലുള്ള ചില പ്രവണതകളൊക്കെ നമുക്കിടയിലും വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പല ജീവിത രീതികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഹറാമാക്കാത്തതിനെ, അള്ളാഹു അനുവദനീയമാക്കിയതിനെ ഹറാമായിട്ട് പ്രചരിപ്പിക്കുകയും അതിനൊക്കെ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങൾ പോലും പ്രയോഗിക്കുകയും ചെയ്യുന്ന രീതികളുണ്ടെങ്കിൽ അതൊക്കെ കരുതലോടെ കാണേണ്ടതായ കാര്യമാണ്. കാരണം അത് ജൂതന്മാരായ ആളുകള്, വേദക്കാരായ ആളുകള് പിഴച്ചു പോകാൻ കാരണമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെയും ഹലാലാക്കാനും ഹറാമാക്കാനും ഒരു കാര്യത്തിലും സ്വന്തമായി വിധി നടത്താനുമുള്ള അവകാശമില്ല. അത് മതവിധിയെന്നോ ഭൗതിക വിധിയെന്നോ അതിന് മറ്റെന്തെങ്കിലും പേരിട്ടത് കൊണ്ടോ ഒന്നും അതിനുള്ള അവകാശം നമ്മുടെ മേൽ വന്നു ചേരുന്നില്ല. നമുക്ക് സ്വയം നമ്മുടെ പുരോഹിതന്മാർക്കോ പണ്ഡിതന്മാർക്കോ അങ്ങനെ ഒരു കാര്യം ഹലാലാണ് ഹറാമാണ് എന്ന് പറയാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് നമുക്ക് വ്യക്തികൾക്ക് അത് പാടില്ല എന്നതുപോലെ തന്നെയാണ് മുസ്ലിം സമൂഹത്തിന് അത് പാടില്ല എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തിന് അത് പാടില്ല എന്ന് മാത്രമല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ അത് പാടില്ല. എന്താണ് ഹലാലെന്നും
എന്താണ് ഹറാം എന്നും തീരുമാനിക്കാനുള്ള അധികാരം, അങ്ങനെ തീരുമാനിക്കുവാനുള്ള അനുവാദം ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ വ്യക്തികൾക്ക് മാത്രമല്ല, വ്യക്തികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾക്ക് അങ്ങനെ സ്വയം വിധി നിർണയിക്കുവാനുള്ള അവകാശമില്ല. വ്യക്തികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാരുടെ ഒരു സഭ കൂടി ഇരുന്നാലോ അവർക്കും അങ്ങനെ തീരുമാനിക്കുവാനുള്ള അധികാരമില്ല. അങ്ങനെ ഹലാലുകളെയും ഹറാമുകളെയും തരാതരം തീരുമാനിച്ചു പോന്നു അവരുടെ സഭകൾ എന്നതുകൊണ്ടാണ് പൂർവ്വവേദത്തിന്റെ ആളുകൾ പിഴച്ചുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് നിഷിദ്ധമെന്ന്, എന്താണ് അനുവദനീയമെന്ന് തീരുമാനിക്കാൻ വ്യക്തിക്കും ആ വ്യക്തികൾ കൂടിയ സമൂഹത്തിനും ആ സമൂഹം തെരഞ്ഞെടുക്കുന്ന സഭകൾക്കും അധികാരമില്ലെന്നിരിക്കെ പൂർവ്വവേദക്കാരായ ആളുകൾ അങ്ങനെ അധികാരമുണ്ടെന്ന് കരുതി സ്വയം നിയമങ്ങൾ നിർമ്മിച്ചത് കൊണ്ടാണ് പിഴച്ചുപോയത് എന്നിരിക്കെ അള്ളാഹുവിന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സൂറത്തുൽ ബഖറ നമ്മുടെ മുമ്പാകെ ഹിദായത്തിന്റെ മാർഗമായി അള്ളാഹു വിശദീകരിച്ചു തന്നിട്ടുള്ളത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരണമേ എന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആദ്യമായി തന്നെ നമ്മൾ വായിക്കുന്നത് സൂറത്തുൽ ബഖറയാണ്. എന്തുകൊണ്ടാണ്? ഒരു കഴിഞ്ഞു പോയ സമൂഹം അവരിലുള്ള നന്മകളെ, തിന്മകളെ, അവര് പരാജയപ്പെട്ടു പോയ കാരണങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരെ കുറിച്ച് നമ്മളോട് പരദൂഷണം പറയുക എന്നുള്ള നിലയിലല്ല. നഊദുബില്ല. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് ഒരു കേസ് സ്റ്റഡി ആയിക്കൊണ്ട് ആ സമൂഹത്തിൽ വന്നുപോയ അപജയങ്ങൾ നിങ്ങൾക്ക് വരാൻ പാടില്ല, ആ സമൂഹത്തിന് സംഭവിച്ച തകരാറുകൾ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല, ആ സമൂഹം പരാജയപ്പെട്ടു പോയ കാരണങ്ങൾ നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളും പരാജയപ്പെട്ടു പോകും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഖുർആൻ ഓതുന്ന ഏതൊരാൾക്കും ജൂത സമൂഹത്തെ കുറിച്ച്, അതല്ലെങ്കിൽ പൂർവികരായിട്ടുള്ള വേദക്കാരെ കുറിച്ച് വംശീയമായ ഒരു 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 ശത്രുത അല്ലെങ്കിൽ വിവേചനം അല്ല ഉണ്ടാകേണ്ടത്. അത് ഇസ്ലാമിന് അന്യമായ ഒരു കാര്യമാണ്. ഒരാൾ ജൂതനായി പോയി എന്നതുകൊണ്ട് അവനോട് ശത്രുത, ഒരാൾ മറ്റേതെങ്കിലും മതക്കാരനായി പോയി എന്നതുകൊണ്ട് അവനോടൊരു വെറുപ്പ്, അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. ഒരാളുടെ മതം കൊണ്ട്, ഒരാളുടെ ജാതി കൊണ്ട്, അയാൾ പിറന്ന ഗോത്രം കൊണ്ട്, വംശം കൊണ്ട്, അയാളുടെ നാട് കൊണ്ട് ഒന്നും തന്നെ അയാളുടെ ഒരു വെറുപ്പുണ്ടാവുക എന്നത് പാടില്ലാത്തതാണ്. അതേ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഒരാളിൽ നിന്ന് മാറി നിൽക്കുന്നത്, എങ്ങനെയാണ് അവർ നമ്മുടെ പക്ഷത്തല്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ശൈത്താനാണ് നമ്മുടെ ശത്രു. ശൈത്താനീയത്ത് ആരിലുണ്ടോ അവരോടാണ് നമ്മൾ വിട്ടു നിൽക്കുന്നത്. ശൈത്താനീയത്ത് കാരണമായിക്കൊണ്ടാണ് അവരുടെ മാർഗത്തിൽ നിന്ന് മാറി നടക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പൂർവികരായിട്ടുള്ള ആളുകൾ ഒരു തെറ്റ് ചെയ്യുകയും അതിനെ നമ്മൾ വിമർശിക്കുകയും അതേ തെറ്റ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് പലവിധേനയും ന്യായീകരിക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുന്നത് പക്ഷപാതിത്വമാണ്, അസബീയത്താണ്. അസബീയത്തിന്റെ മാർഗത്തിൽ ആരെങ്കിലും പോരാടിയാൽ ലൈസമിന്ന, അവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഏതൊരു സമൂഹത്തെയാണെങ്കിലും വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ജീവിക്കുന്ന സമുദായം എന്നതോ ജാതി എന്നതോ അല്ല, അവന്റെ പ്രവർത്തനങ്ങളാണ് അവനോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഇവിടെ ജൂത സമൂഹത്തെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ പൂർവ്വവേദത്തിന്റെ ആളുകളെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നതിനാണ് കാരണമായി തീരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരാണ് വലുത് എന്നത് വീണ്ടും വീണ്ടും നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. നമുക്ക് ദീൻ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആരാണ് നമ്മുടെ മാതൃക എന്നത് നാം നമ്മോട് ചോദിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് നാം തെരഞ്ഞെടുക്കുന്ന വഴി ഏത് എന്നതിന്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞ് പോകേണ്ടതാണ്. നാം ഇപ്പോൾ സകലതും സമർപ്പിച്ച് നമ്മളെ മുഴുവനായും ഭരമേൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ ഭരമേൽപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായിട്ടുള്ള നേതൃത്വങ്ങളുണ്ടല്ലോ, അവരൊക്കെ നമ്മെ കൈയൊഴിയുന്ന ഒരു കാലം വരാനുണ്ട്. ശൈത്താന്റെ കാലടികൾ പിന്തുടർന്ന് അവന്റെ വ്യാമോഹത്തിനടിപ്പെട്ട് അവൻ കാണിച്ചു തരുന്ന ആകർഷകമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ആ ശൈത്താൻ നമ്മളെ കൈയൊഴിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന ഒരു ബോധ്യം നമ്മെ എല്ലായ്പ്പോഴും നയിക്കേണ്ടതാണ്. യാ അയ്യുഹന്നാസ്,
ഒരിക്കൽ കൂടി ആയത്ത് നമ്മൾ വായിച്ചു നോക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായതും ത്വയ്യിബായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രുവാണ്. ഇന്നമാ യഅ്മുറുക്കും സൂഇ വൽ ഫഹ്ശാ, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് തെറ്റുകൾ ചെയ്യാൻ മാത്രമാണ്, അതുപോലെ മ്ലേച്ഛതകൾ ചെയ്യാൻ മാത്രമാണ്. ആ പുറമേക്ക് പറയാൻ കഴിയുന്ന തെറ്റുകളും ആളുകൾ കാണുക ചെയ്യുന്ന തെറ്റുകളും അതേ സമയത്ത് പറയാൻ പോലും കഴിയാത്ത, എടുത്തുദ്ധരിക്കാൻ പോലും കഴിയാത്ത മ്ലേച്ഛതകളുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് പറയാനാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അള്ളാഹു എവിടെ ഇടപെടണമെന്ന്, അള്ളാഹു എവിടെ ഇടപെടരുത് എന്ന്, അള്ളാഹു നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് എവിടെയാണെന്ന്, അള്ളാഹുവിന്റെ നിയമങ്ങളെ എവിടേക്ക് എടുക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും ചെയ്യുന്നത്. നിങ്ങൾ മതവിശ്വാസി ആയിക്കോളൂ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചോളൂ, ദൈവമേന്ന് വിളിച്ചോളൂ, ഈശ്വരാന്ന് വിളിച്ചോളൂ, അതൊക്കെ നിങ്ങളെ കാര്യമാണ്. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ കൊണ്ടുവരരുത്, നമ്മുടെ പൊതുജീവിതത്തിൽ കൊണ്ടുവരരുത്, നമ്മുടെ പൊതുമേഖലയിൽ കൊണ്ടുവരരുത്, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൊണ്ടുവരരുത്, നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൊണ്ടുവരരുത്. ഇങ്ങനെ അള്ളാഹുവിന് പരിധി നിശ്ചയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് പറയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹു കൽപ്പിച്ചതിനെ കുറിച്ച് അറിയാത്തത് പറയുന്നവരാകാനാണ് ശൈത്താൻ നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ശത്രുവെ കുറിച്ച് വളരെ കൃത്യമായ ബോധം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് ആ ശൈത്താനിനെ മന്ത്രങ്ങളിലൂടെ മാത്രമല്ല, ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. ഓരോരുത്തരും ഓരോ ദിവസവും ഇത്രയും ശപിക്കുന്ന വേറെ ഒരു വ്യക്തി ഉണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തർ നമ്മുടെ നേരം പുലർന്നത് മുതലേ തന്നെ സകല സമയത്തും ശപിക്കപ്പെട്ട ശൈത്താൻ എന്നാണ് പറയുന്നത്. പിന്നെ ശൈത്താൻ റജീം, അർറജീമായിട്ടുള്ള ശൈത്താൻ എന്നാണ് പറയുന്നത്. അത് ഖുർആൻ ഓതുമ്പോഴായാലും മറ്റേത് സമയത്തായാലും അങ്ങനെയാണ്. ഒരാൾ ശൈത്താൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഈ കാലത്ത് ചില ഇടങ്ങളിലൊക്കെ ശൈത്താൻ പൂജകരായിട്ട് ചിലർ ഉണ്ട്. നമ്മുടെ കേരളത്തിലും അങ്ങനെയുള്ള ഒരു സംഘമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പിശാചിനെ പൂജിക്കുന്ന, പിശാചിനെ ആരാധിക്കുന്ന ചില ആളുകൾ, അങ്ങനെയുള്ള ഒരു മതം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശൈത്താനിനെ വെറുക്കുന്നവരാണ്, ശൈത്താനെ ശപിക്കുന്നവരാണ്, ശൈത്താനെതിരെ പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലായ്പ്പോഴും ശൈത്താനീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ആ വിചാരങ്ങളും വികാരങ്ങളും ഒന്നും ശൈത്താനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നില്ല എങ്കിൽ അതിലും വലിയ നഷ്ടം മറ്റെന്താണ് സംഭവിക്കാനുള്ളത്? എല്ലായ്പ്പോഴും ശൈത്താനെ ശപിച്ചുകൊണ്ടേയിരിക്കുകയും ശൈത്താനെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും എന്നിട്ട് ആ ശൈത്താനെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്ന, അവൻ പറയാൻ കൽപ്പിക്കുന്നത് പറയുന്ന, അവൻ വിട്ടുനിൽക്കാൻ പറയുന്നിടത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന, അവൻ സ്വീകരിക്കാൻ പറയുന്നൊക്കെ സ്വീകരിക്കുന്നവരായി തീർന്നാൽ അതേറ്റവും വലിയ നഷ്ടമാണ്, അപകടമാണ്. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമോ അതിന്റെ ഉത്തരവാദിത്വമോ ശൈത്താൻ ഏറ്റെടുക്കുകയില്ല. അവൻ പിന്മാറിക്കളയുന്നവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു അവന്റെ കലാമിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരുമ്പോ അത് സ്വീകരിക്കുകയും അതിനനുസൃതമായി കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ജീവിതത്തിന് പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാം അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചവരിൽ പ്രപഞ്ചനാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.